കാതികയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പറയുന്നത് നമ്മുടെ മുത്തശ്ശനാണ്. കഥയോ ആമയും മുയലും. മുത്തശ്ശൻ പറയുന്ന കഥ നമുക്ക് കേൾക്കാം. ഒരു കഥ പറയാം. ആമയും മുയലും. ഒരു കാട്ടിൽ ഒരാമയും ഒരു മുയലും ഉണ്ടായിരുന്നു. ആമയെയും മുയലിനെയും കണ്ടിട്ടില്ലേ? ആമ കുറേയൊക്കെ വേഗത്തിൽ ഇഴയും, പക്ഷെ മുയൽ അതിനേക്കാൾ വേഗത്തിൽ ഓടും. അപ്പോൾ അവർ തമ്മിൽ ഒരു മത്സരം നടത്തിയാൽ ആരാണ് ജയിക്കുക? മുയൽ തന്നെ. എന്നാൽ അങ്ങനെ സംഭവിച്ചു. അവർ ഒരു മത്സരം നടത്തി. കാട്ടിൽ ഒരു വലിയ തേക്കുമരവും കുറേ അകലെയായി ഒരു മാവും ഉണ്ടായിരുന്നു. തേക്കിൻ്റെ ചുവട്ടിൽ നിന്ന് ഓട്ടം തുടങ്ങി. രണ്ടുപേരും ഓടുകയാണെന്നാണ് സങ്കല്പം. ആമ പതുക്കെ പോകുന്നുള്ളൂ, മുയൽ വേഗത്തിലോടി. കുറെ ചെന്നപ്പോൾ മുയലിന് തോന്നി ആമ വളരെ പതുക്കെയാണ്, എനിക്ക് കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാൻ സമയമുണ്ട്, കിടന്നുറങ്ങാം. ഉറക്കം തുടങ്ങി. മുയൽ ഉറക്കം തന്നെ, ഉണരുന്നേയില്ല. ആമ വേഗത്തിൽ ഇഴയാൻ തുടങ്ങി. ഇഴഞ്ഞിഴഞ്ഞ് മാവിൻ്റെ അടുത്ത് എത്തി. അപ്പോഴത്തേക്കും മുയൽ ഉണർന്നു. നോക്കിയപ്പോൾ അതാ ആമ മാവിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ ആരാ ജയിച്ചത്? ആമ തന്നെ ജയിച്ചു. അപ്പോൾ മുയൽ ഓട്ടക്കാരനാണെങ്കിലും ജയിച്ചത് ആമയാണ്, അല്ലേ? ഇതാണ് കഥ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ കുഴപ്പം പറ്റിയത് എന്താ? മുയൽ വലിയ ഓട്ടക്കാരനാണെങ്കിലും അയാൾ ഇടയ്ക്ക് ഉറങ്ങിപ്പോയി. അങ്ങനെ ഒരു മത്സരത്തിനിടെ ഉറങ്ങാമോ? അത് പാടില്ല. അത് തന്നെ കുഴപ്പം. കൂട്ടുകാർക്ക് മുത്തശ്ശൻ പറഞ്ഞ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി കൂടുതൽ കഥകളുമായി കാതിക വീണ്ടും വരും. അടുത്ത കഥ വരെ നമസ്കാരം.